ഓഗസ്റ്റ് 12 ചൊവ്വാഴ്ച. മത്തായി 18:1 മുതൽ 5 വരെയും 10-12 മുതൽ 14 വരെയും വാക്യങ്ങൾ. ഒരു കൊച്ചുകുട്ടി ഒരു രാത്രി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്നു. പകൽ സമയത്ത് താൻ ചെയ്ത ഒരു തെറ്റ് അവൻ ഏറ്റുപറഞ്ഞു. പിന്നെ പിതാവിൻ്റെ കാൽക്കൽ മുട്ടുകുത്തി കുട്ടി കൈകൾ കൂപ്പി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയ ദൈവമേ, എന്നെ എൻ്റെ അച്ഛനെ പോലെ ജ്ഞാനിയും ശക്തനുമായ ഒരു മനുഷ്യരാക്കണമേ. നിനക്കത് സാധിക്കുമെന്ന് എനിക്കറിയാം. ഈ നിഷ്കളങ്കമായ പ്രാർത്ഥനയും പ്രവൃത്തിയും ആ കുട്ടിയുടെ പിതാവിനെ വളരെയധികം സ്പർശിച്ചു. തൻ്റെ പരിമിതികളെയും കുട്ടിയുടെ ഉയർന്ന പ്രതീക്ഷകളെയും കുറിച്ച് അദ്ദേഹത്തിന് ആഴത്തിലുള്ള ഒരു തിരിച്ചറിവുണ്ടായി. പിന്നെ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പിതാവ് അവൻ്റെ കട്ടിലിനരികിൽ മുട്ടുകുത്തി തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തല താഴ്ത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ഈ പ്രിയ മകനെപ്പോലെ ശുദ്ധനും നിഷ്കളങ്കനും ആത്മാർത്ഥവുമായ വിശ്വാസത്തോടെ നിന്നിൽ ആശ്രയിക്കുന്നവനുമായ ഒരു കുട്ടിയാക്കണമേ. നിനക്കത് കഴിയുമെന്ന് എനിക്കറിയാം. നാം എല്ലാവരും ജീവിതത്തിൽ വളരുന്നു, ശാരീരികമായും സാമൂഹികമായും മാനസികമായും. എന്നാൽ ചിലപ്പോൾ ഈ വളർച്ച കുട്ടികളിൽ ഇതിനകം കണ്ട വളർച്ച, അതായത് തുറന്ന മനസ്സ്, ആത്മാർത്ഥത, വിശ്വാസം, സ്വാഭാവികത എന്നിവ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു. മുതിർന്നവരെന്ന നിലയിൽ ഒരു കുട്ടിയായി വളരാൻ നമുക്ക് ധൈര്യപ്പെടാമോ? സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ആവശ്യമായ ഒരു മനോഭാവം, ഒരു കുട്ടിയെപ്പോലെയുള്ള സ്വഭാവം, ഇവയെക്കുറിച്ചുള്ള യേശുവിൻ്റെ മനോഹരമായ ഒരു അവതരണമാണ് ഇന്നത്തെ സുവിശേഷം. യേശു പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ഈ കൊച്ചു കുട്ടികളെപ്പോലെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വളരുന്ന പ്രക്രിയയിലെ ഗുരുതരമായ അപകടങ്ങളിലൊന്ന് നമ്മുടെ സ്വാഭാവിക ശിശു സമാന സ്വഭാവ വിശേഷങ്ങൾ നഷ്ടപ്പെടാനുള്ള പ്രവണതയാണ്. ഒരു കുട്ടി നിരവധി അന്തർലീനമായ ഗുണങ്ങളോടെ ജനിക്കുന്ന ഒരാളാണ്. എന്നാൽ മുതിർന്നവരാകുന്ന പ്രക്രിയയിൽ അവയിൽ പലതും നാം ഉപേക്ഷിക്കുന്നു. ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. എന്നാൽ നമ്മൾ വളരുമ്പോൾ അവയെല്ലാം ഉള്ളിൽ പിടിച്ചു നിർത്താൻ നമ്മൾ ഒരു പ്രവണത കാണിക്കുന്നു. ഒരു ദിവസം പൊട്ടിത്തെറിക്കാനും അത് മതി. ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ പരിപാലിക്കുന്നവരെ നമ്മൾ എളുപ്പത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ വളരുമ്പോൾ അതേ വ്യക്തികളോട് നമ്മൾ ഭയപ്പെടുകയോ അവിശ്വസിക്കുകയോ ചെയ്യുന്നു. ഒരു കുട്ടിയായിരിക്കുമ്പോൾ ആസ്വദിച്ചും വിശ്രമിച്ചും വർത്തമാന നിമിഷത്തിൽ ജീവിക്കാൻ നമുക്ക് എളുപ്പമാകും. എന്നാൽ നമ്മൾ വളരുമ്പോൾ നമ്മൾ ഭൂതകാലത്തിൻ്റെ കെണിയിൽ വീഴുകയും ഭാവിയെക്കുറിച്ചുള്ള ഭയത്താൽ ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ വളർച്ച പ്രക്രിയ നമ്മുടെ പിതാവായ ദൈവത്തിലുള്ള നമ്മുടെ ശിശു സമാന വിശ്വാസത്തെയും ആശ്രയത്തെയും ബാധിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നഷ്ടപ്പെട്ട ആടിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ഇടയൻ്റെ മനോഹരമായ പ്രതിച്ഛായ യേശു അവതരിപ്പിക്കുന്നു. വഴിതെറ്റിപ്പോയ
ആടിൻ്റെ നിലവിളി ഇടയൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറുന്നു. നഷ്ടപ്പെട്ട ആടിന് നേരിടേണ്ടി വരുന്ന അപകടങ്ങൾ ഇടയനെ ഭയപ്പെടുത്തുന്നു. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നമ്മോടുള്ള ആഴമായ വാഞ്ഛയും ആഗ്രഹവും അങ്ങനെയാണ്. നമ്മുടെ കുട്ടി സമാന വിശ്വാസവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടുപോയ ആടുകളായി നമ്മൾ മാറുന്നു. പ്രിയപ്പെട്ടവരെ, കുട്ടികളെപ്പോലെയുള്ള താഴ്മയും ദൈവത്തിലുള്ള വിശ്വാസവും ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദുർബലരെ ഇടറിക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. നഷ്ടപ്പെട്ടവരെ ദൈവം അനുകമ്പയോടെ പിന്തുടരുന്നത് വെളിപ്പെടുത്തുന്നു. ഈ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉൾക്കൊള്ളാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.